വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സാജസ് വ്ലോഗ്. പിന്നെ ഒരു സൺഡേ ഔട്ടിങ്ങിന്റെ ഒരു വീഡിയോ ആണ്. തുമ്പർമൊഴി ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ആ മൂവിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗില്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡിയേഴ്സ്, ഞാനും പപ്പയും കൂടി ഒരു 8:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ പോണ വഴിക്ക് അമ്മേനെ പിക്ക് ചെയ്യണം. 9 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പോണ വഴിക്ക് ടയറിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് അമ്മേനെ പിക്ക് ചെയ്ത് ഫുഡ് പാഴ്സൽ വാങ്ങിച്ച് പോവാണ്. തുമ്പർമൊഴിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ മാക്സിമം ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റൊക്കെ ഉള്ളൂ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക്. പണ്ട് ഇടയ്ക്കൊക്കെ വരായിരുന്നു, ഇപ്പം അധികം അങ്ങനെ വരലില്ല. അതിരപ്പള്ളിയിൽ നിന്ന് തുമ്പർമൊഴിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം ഞാൻ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കുരങ്ങൻ ചാടി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് കുടിക്കാൻ പോലും പറ്റിയില്ല, അതാണ് ഓർമ്മ വന്നത്. 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തണലുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് അപ്പവും ഗ്രീൻ പീസറും പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. ഫുഡ് കഴിച്ചൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഗാർഡനിലെത്തി. ഇതാണ് ശരിക്കും ഗാർഡൻ്റെ എൻട്രി വന്നത്. പാർക്കിങ് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ പാർക്കിങ് എൻ്റെ ഉള്ളിലാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഒരു മെയ് ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെ വരാണെങ്കിൽ ഇവിടെ നിറച്ചും മാവുണ്ട്, അതിൽ മാങ്ങ ഉണ്ടാവും. അപ്പോൾ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുമ്പോൾ നല്ല പഴുത്ത മാങ്ങകളൊക്കെ താഴെ വീഴും. കുറേ മാങ്ങയൊക്കെ വെള്ളത്തിൽ വെറുതെ വീണ് വേസ്റ്റ് ആയി പോകും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പണ്ട് മാംഗോ സീസണിൽ പോയപ്പോൾ ഒരുപാട് മാങ്ങ താഴെ വീണിട്ട് 3-4 എടുത്ത് കഴിച്ചിട്ടുണ്ട്. അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടായി. അവിടെ പോയി കൈയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ അത് അലോഡഡ് ആണെന്ന് അറിയില്ല. തൂക്കുപാലത്തെ കൂടെ നടക്കണമെങ്കിൽ മുകളിലേക്ക് പോകണം. അതിനുള്ള ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എടുക്കണം. പാലത്തിൻ്റെ ഒരു സൈഡ് തുമ്പർമൊഴിയും മറ്റേ സൈഡ് ഏഴാറ്റുമുഖമാണ്. തുമ്പർമൊഴിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പാലം കയറണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏഴാറ്റുമുഖത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് തുമ്പർമൊഴി കാണണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പാലത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ താഴെ ബലൂൺ ഷൂട്ടിംഗ് ഗെയിമും അല്ലാണ്ട് ചെറിയ സ്റ്റേഷനറി കടകളുണ്ടായി. തിരിച്ചു വന്ന വഴിക്ക് 2-3 കുരങ്ങന്മാരെയൊക്കെ കണ്ടു. പിന്നെ നേരത്തെ കയറിയ സ്റ്റെപ്പില്ലേ, അത് നമ്മൾ തിരിച്ച് ഇറങ്ങി വരാണ്. അവിടെ ബുഷസൊക്കെ പിടിപ്പിച്ചാണ്, നല്ല ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് പാർക്കിലേക്ക് പോകണം. നമ്മൾ ഓൾറെഡി പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് പോകുന്നത്. പിന്നെ ലാസ്റ്റ് പാർക്കിൽ കയറാമെന്ന് വെച്ചാൽ ആദ്യം തൂക്കുപാലത്ത് പോയതാണ്. ഇവിടെ ഞാൻ മെയിനായിട്ട് വന്നത് കളിക്കാനാണ്. സത്യം പറഞ്ഞാൽ 12 വയസ്സോ 10 വയസ്സിനങ്ങോട്ട് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് കളിക്കാനുള്ള പെർമിഷനുള്ളൂ. പിന്നെ നമുക്ക് പണ്ടേ കുഞ്ഞു പിള്ളേരുടെ മനസ്സായതുകൊണ്ട് കളിക്കുന്നതാണ്. അടുത്ത എല്ലാ ഐറ്റംസും കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതെന്താ കേട്ടോ. അപ്പോൾ ഊഞ്ഞാലൊക്കെ ഭയങ്കര നൈസ് ഹുക്കിലാണ് തൂക്കിയേക്കണേ. അതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ ഇരുന്ന് അത് പൊട്ടിച്ച് കളയണ്ടെന്ന് വെച്ചു. പൊട്ടിച്ചിട്ട് പിന്നെ കുഞ്ഞു പിള്ളേരുടെ മനസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പൈസ അടയ്ക്കേണ്ട തന്നെ വരും. പിന്നെ ഇങ്ങനത്തെ വലിഞ്ഞേറുന്ന ഗെയിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഡ്വഞ്ചറായിട്ട് ഗെയിം എന്ന് പറഞ്ഞാൽ ആ റൗണ്ടിനുള്ളിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടണം. താഴേക്ക് ചാടാനുള്ള പേടി കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ആ ഹുക്കിൽ കൂടെ തന്നെയാണ് ഇറങ്ങി വന്നത്. പിന്നെ വാൾ ഗ്ലൈഡിങ്ങിൻ്റെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കയറിയായിരുന്നു, പക്ഷേ ഇറങ്ങിയപ്പോൾ തലങ്കുത്തി താഴെ വീണു. കറക്റ്റായിട്ട് ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തിയാനെ. കുറച്ച് വെയിറ്റ് കുറവുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇച്ചിരി ഏജ് കൂടുതലുണ്ടായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കയറിയാലും. എനിക്ക് ഒന്നാമതേ കുറച്ച് വെയിറ്റ് ഉണ്ട്, പിന്നെ ഇനി ഇത് ഒടിച്ചു തന്നിട്ട് ഞാൻ അതിൻ്റെ ഇതും കൂടി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വലിയ ആൾക്കാർക്കും കയറാൻ പറ്റുന്ന റൈഡ്സിൽ മാത്രമാണ് ഞാൻ മെയിൻലി കയറിയുള്ളൂ. ഇപ്പം ഞാൻ നടന്നു വരുമ്പോൾ സൈഡിലൊരു നായക്കുട്ടീനെ കണ്ടില്ല. അത് അടുത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് പേടിച്ചോന്ന് വെച്ചാൽ പേടിച്ചില്ല, എന്നാൽ പേടിച്ചില്ലേന്ന് വെച്ചാൽ പേടിച്ചോ എന്നുള്ള രീതിക്കായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ സാധാ മെയിൻ വഴിക്കാണ് പോയത്. ഇങ്ങോട്ട് വന്നപ്പോൾ താഴെ ഇതുപോലെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ചെറിയ പാലൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കനാലിൽ നിന്ന് കിടക്കണ ആ പാലത്തിൽ കൂടെയാണ് ഞങ്ങൾ മുകളിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം 12 മണിക്കായിരുന്നു സിനിമ. ഡ്രീം വേൾഡ് ഫ്രണ്ടിൽ കൂടെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് വന്നപ്പോൾ ഉപ്പിലിട്ട് അരിനെല്ലിക്ക, ഞങ്ങളിവിടെ നെല്ലിപ്പുളി എന്ന് പറയണേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നേരെ ചാലക്കുടി സുരഭി തിയേറ്ററിലാണ് പോയത്. ഓൺലൈനായിട്ട് ശനിയാഴ്ച ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് 3 പേർക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ച് സിനിമയ്ക്ക് കയറി. ആ മൂവി 3D ആണല്ലോ, അപ്പോൾ എനിക്ക് ഓൾറെഡി സ്പെക്സ് ഉള്ളതുകൊണ്ട് സ്പെക്സിൻ്റെ മുകളിലാണ് ആദ്യം 3D ഗ്ലാസ് വെച്ചത്. 3D ഗ്ലാസ് ഊർന്ന് വരായിരുന്നത് അത്ര സെറ്റായിട്ട് ഇരിക്കണ്ടായില്ല. എന്നിട്ട് ഞാൻ എൻ്റെ സ്പെക്സ് പുറത്ത് വെച്ച് 3D ഗ്ലാസ് ഉള്ളിൽ വെച്ചപ്പോഴേക്കും സെറ്റായി.
പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്ത് ഫോണിലെടുത്ത് തന്നെ വിഷ്വൽസൊക്കെ ബ്ലറാണ്, കാരണം 3D ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ കറക്റ്റായിട്ടത് കാണാൻ പറ്റുള്ളൂ. ഇൻ്റർവെല്ലായപ്പോൾ അവിടെ നിന്ന് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. മൂവി നല്ലതായിരുന്നു. ടൊവിനോനും ബേസിലിനും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സ്റ്റോറി അടിപൊളിയായിരുന്നതുകൊണ്ട് എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കൊരട്ടി ഓറഞ്ചിൽ കയറിയിട്ട് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാഴ്സലായിട്ടാണ് വാങ്ങിച്ചത്. ഫുഡ് കഴിച്ചപ്പോഴേക്കും വൈകുന്നേരം ചായ ടൈമായി. പിന്നെ രാത്രി ഇവിടെ അടുത്ത പള്ളിയിൽ ഊട്ട് നേർച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 3 പൊറോട്ടയിൽ ഞാൻ ഒതുക്കി. ഒരു ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂച്ച വന്ന് 2-3 ദിവസമായിട്ട് മിസ്സിങ് ആയിരുന്നു. ആൾക്ക് കൊടുക്കാനായിട്ട് കാറ്റ് ഫുഡൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.